നൈജീരിയയിലെ ക്രിസ്ത്യാനികളുടെ ദുരിതം കേവലം പ്രാദേശിക കലാപമല്ല, അതൊരു വ്യവസ്ഥാപിത ഉന്മൂലന ശ്രമമാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 50,000-ത്തിലധികം ക്രിസ്ത്യാനികളാണ്. എന്നാൽ നമ്മെ ഞെട്ടിക്കുന്ന മറ്റൊരു കണക്കുണ്ട്. അത് 2025-ലേതാണ്. ഈ വർഷം ആദ്യത്തെ 7 മാസങ്ങൾക്കുള്ളിൽ മാത്രം, അതായത് കഴിഞ്ഞ 220 ദിവസങ്ങൾക്കകം 7,000-ത്തിലധികം ക്രിസ്ത്യാനികളെ മുസ്ലിം തീവ്രവാദികൾ കൊന്നുതള്ളി. ഗാസയ്ക്ക് വേണ്ടി കരയുന്നവർ ഇതുകൂടെ കാണണം. ലോകത്ത് ഒരിടത്ത് മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ ലോകം കണ്ണീരൊഴുക്കുന്നു. എന്നാൽ മറ്റൊരിടത്ത് 10,000-ങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടുമ്പോൾ ആ കണ്ണീരത്രയും എവിടേക്ക് മാഞ്ഞു പോകുന്നത്? ഈ ലോകം ഒരു വലിയ ഇരട്ടത്താപ്പിലല്ലേ ജീവിക്കുന്നത്? ഒരു ജനതയുടെ വേദന അന്താരാഷ്ട്ര തലക്കെട്ടുകളിൽ നിറയുമ്പോൾ അതിലും ഭീകരമായ മറ്റൊരു കൂട്ടക്കൊല എന്തുകൊണ്ട് നിശബ്ദമായി തുടരുന്നു? ഇരയുടെ മതം, രാജ്യം, രാഷ്ട്രീയം അതനുസരിച്ചാണോ മനുഷ്യൻ്റെ ജീവന് ലോകം വിലയിടുന്നത്? ഈ ചോദ്യങ്ങൾ പലർക്കും പ്രകോപനപരമായി തോന്നിയേക്കാം. പക്ഷെ ഗാസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ലോകം കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു നിശബ്ദ വംശഹത്യയെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്ത് നിഷ്കരുണം കൊന്നെടുക്കപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ ജീവനെക്കുറിച്ചും കണ്ണീരിനെക്കുറിച്ചുമാണ് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത്. അതിനു മുൻപായി ഒരു കാര്യം, ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണോ കാണുന്നത്? സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഭാംഗങ്ങൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ഇന്ന് ആഗോള മനസ്സാക്ഷിയെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന പേര് ഗാസയാണ്. ഇസ്രായേൽ സൈന്യം നടത്തുന്ന സൈനിക നടപടികൾക്കെതിരെ ലോകമെങ്ങും വലിയ പ്രതിഷേധ സ്വരമാണ് ഉയരുന്നത്. യൂറോപ്പിലെ ക്രിസ്ത്യൻ രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെ നിശ്ചിതമായി വിമർശിക്കുന്നു. സർവകലാശാല ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ തമ്പടിച്ച് പ്രതിഷേധിക്കുന്നു. ഓരോ മരണവും തത്സമയം ദൃശ്യവ്യക്തതയോടെ ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ലോകമെങ്ങും എത്തിക്കുന്നു. മാധ്യമങ്ങൾ 24/7 വാർത്തകളും വിശകലനങ്ങളും നൽകുന്നു. ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നു. ഗാസയിൽ കൊല്ലപ്പെടുന്ന മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ പോലും സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് UN സെക്രട്ടറി ജനറൽ ആവശ്യപ്പെടുന്നു. ശ്രദ്ധിക്കുക, ഈ പ്രതിഷേധങ്ങളെ ഞാൻ വില കുറച്ച് കാണുന്നില്ല. അത് തികച്ചും ന്യായമാണ്. എന്നാൽ ഗാസയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ഈ അഭൂതപൂർവമായ ആഗോള ശ്രദ്ധ നമ്മുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഒരു ചോദ്യം ഉയർത്തുന്നില്ലേ? എന്തുകൊണ്ട് ഇതേ മാനുഷിക പ്രതികരണവും അന്താരാഷ്ട്ര ശ്രദ്ധയും അതേ തീവ്രതയോടെ നൈജീരിയയിലേക്ക് എത്തുന്നില്ല? ഇവിടെയാണ് ബിൽ മഹറിൻ്റെ തീപ്പൊരി ചോദ്യം പ്രസക്തമാകുന്നത്. ഈ ലോകത്തിൻ്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടിയവരിൽ ഒരാളാണ് ടെലിവിഷൻ അവതാരകനും രാഷ്ട്രീയ സറ്റയറുകളുടെ അവതാരകനുമായ ബിൽ മഹർ. ക്രിസ്ത്യാനിറ്റിയെ സ്ഥിരമായി വിമർശിച്ചിരുന്ന മഹർ നൈജീരിയയിലെ കൂട്ടക്കൊലകളെ ഒരു വംശഹത്യാശ്രമമെന്ന് വിശേഷിപ്പിക്കുന്നു. അദ്ദേഹം ലോകത്തോട് ഉറക്കെ ചോദിച്ചു, നൈജീരിയയിൽ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ മാധ്യമ സ്രോതസ്സുകൾ മോശമാണ്, അവരുടെ റിപ്പോർട്ടിംഗ് മോശമാണ്. നൈജീരിയയിൽ അവർ ക്രിസ്ത്യാനികളെ വ്യവസ്ഥാപിതമായി കൊല്ലുകയാണ്. 2009 മുതൽ 1,00,000-ത്തിലധികം ആളുകളെ അവർ കൊന്നുതള്ളി. 18,000-ത്തിലധികം ക്രിസ്ത്യൻ പള്ളികൾ കത്തിച്ചു. ഇത് ഗാസയിൽ നടക്കുന്നതിനേക്കാൾ എത്രയോ വലിയ വംശഹത്യാ ശ്രമമാണ്. ഒരു രാജ്യത്തിലെ മുഴുവൻ ക്രിസ്ത്യൻ ജനതയെയും അവർ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുകയാണ്. ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന കുട്ടികൾ എവിടെയാണ്? വിദ്യാർത്ഥികൾ എവിടെയാണ്? മഹർ ചോദിച്ചത് നിസ്സാര ചോദ്യമല്ല. കാരണം കണക്കുകൾ ഭീകരമാണ്. നൈജീരിയ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കുവാൻ പറ്റാത്ത ലോകത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലമായി മാറിയിരിക്കുന്നു. നൈജീരിയയിലെ ക്രിസ്ത്യാനികളുടെ ദുരിതം കേവലം പ്രാദേശിക കലാപമല്ല, അതൊരു വ്യവസ്ഥാപിത ഉന്മൂലന ശ്രമമാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 50,000-ത്തിലധികം ക്രിസ്ത്യാനികളാണ്. ലോകത്ത് മതവിശ്വാസത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നൈജീരിയയാണ്. എന്നാൽ നമ്മെ ഞെട്ടിക്കുന്ന മറ്റൊരു കണക്കുണ്ട്. അത് 2025-ലേതാണ്.
ഈ വർഷം ആദ്യത്തെ 7 മാസങ്ങൾക്കുള്ളിൽ മാത്രം, അതായത് കഴിഞ്ഞ 220 ദിവസങ്ങൾക്കകം 7000-ലധികം ക്രിസ്ത്യാനികളെ മുസ്ലിം തീവ്രവാദികൾ കൊന്നുതള്ളി. അതായത് ഓരോ ദിവസവും 35 പേർ, അതായത് 35 കുടുംബങ്ങൾ ഓരോ ദിവസവും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൊലപാതകങ്ങൾക്ക് പുറമെ 7800ഓളം പേരെ ഈ വർഷം തട്ടിക്കൊണ്ടുപോയി. അതിൽ സ്ത്രീകളും കുട്ടികളും പാസ്റ്റർമാരും ഉൾപ്പെടുന്നു. നിരന്തരം അക്രമങ്ങളിലൂടെ ക്രൈസ്തവ വിശ്വാസികളായ കർഷകരെ അവരുടെ പൂർവിക ഭൂമിയിൽ നിന്ന്, അവർ ജനിച്ചു വളർന്ന ദേശത്തു നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു. 50 ലക്ഷം ആളുകളാണ് അഭയാർത്ഥികളായി പലായനം ചെയ്യേണ്ടി വന്നത്. ഈ വംശഹത്യയുടെ ക്രൂരമായ മുഖം നിങ്ങൾ മനസ്സിലാക്കണം. 2025 ജൂൺ മാസത്തിൽ ബെനു സംസ്ഥാനത്തെ എലേവാറ്റയിൽ നടന്ന കൂട്ടക്കൊല ഒരു ഉദാഹരണമാണ്. കത്തോലിക്ക മിഷൻ ക്യാമ്പസിൽ അഭയം തേടിയിരുന്ന 200-ലധികം സാധാരണക്കാരായ ക്രിസ്ത്യാനികളെയാണ് ഒരൊറ്റ രാത്രിയിൽ തീവ്രവാദികൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അവർ എല്ലാവരും തങ്ങളുടെ ഗ്രാമം തീവ്രവാദികൾ പിടിച്ചടക്കിയപ്പോൾ, തങ്ങളുടെ കിടപ്പാടം പോലും നഷ്ടമായപ്പോൾ ഈ മിഷൻ ഹൗസിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിയെത്തിയവരായിരുന്നു. ഇത് കത്തോലിക്ക ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണെന്ന് കൂടി ഓർക്കണം. ഈ അക്രമങ്ങളുടെ ഉത്തരവാദിത്വം ഒരു ഫുലാനി തീവ്രവാദി തൊട്ടടുത്ത ദിവസം ഏറ്റെടുത്തു. കീഴടങ്ങിയില്ലെങ്കിൽ ആക്രമണം തുടരുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തുന്നു. ആരാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നത്? ഈ അക്രമങ്ങൾക്ക് പിന്നിൽ 3 പ്രധാനപ്പെട്ട ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളാണുള്ളത്. ഒന്ന് ക്രൂരതയ്ക്ക് പേരുകേട്ട ബൊക്കോ ഹറാം, 2 ISWAP, പിന്നെ ഏറ്റവും കൂടുതൽ അക്രമം നടത്തുന്ന ഫുലാനി തീവ്രവാദികൾ. അക്രമങ്ങളുടെ രീതിശാസ്ത്രം നോക്കിയാൽ ഇത് വെറും വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള കന്നുകാലി വളർത്തൽക്കാരും കർഷകരും തമ്മിലുള്ള പ്രാദേശിക ഏറ്റുമുട്ടലുകളല്ല. നൈജീരിയൻ സർക്കാർ ഈ ആക്രമണങ്ങളെ ലഘൂകരിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രമാണിത്. ഇതൊരു പ്രദേശം മുഴുവൻ കൈയടക്കൽ ലക്ഷ്യമിട്ടുള്ള പൂർണ്ണമായ വംശഹത്യ അധിനിവേശമാണ്. ക്രിസ്ത്യൻ ജനതയെ അവരുടെ മണ്ണിൽ നിന്ന് ഉന്മൂലനം ചെയ്യുവാനുള്ള, തുടച്ചു മാറ്റുവാനുള്ള ജിഹാദി സൈനിക പദ്ധതി. ഈ കൂട്ടക്കലകൾ ഒരു രാജ്യത്തെ വംശഹത്യയുടെ വക്കിലെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ലോകം ഈ വിഷയത്തിൽ നിശബ്ദമായിരിക്കുന്നത്? അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. പല കാരണങ്ങൾ അതിനുണ്ട്. ഒന്നാമത്, നൈജീരിയൻ സർക്കാർ ഈ കൊലപാതകങ്ങളെ പ്രാദേശിക സംഘർഷം എന്ന് പറഞ്ഞ് ലഘൂകരിക്കുന്നതിൽ വിജയിച്ചു. അതുകൊണ്ട് തന്നെ പ്രാദേശിക സംഘർഷം എന്ന ലേബൽ മാറ്റി മതപീഡനമെന്ന് വിളിക്കുവാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകുന്നില്ല. രണ്ടാമത്തെ കാരണം മാധ്യമ പക്ഷപാതിത്വമാണ്. പടിഞ്ഞാറൻ മാധ്യമങ്ങൾ നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്കെതിരെ അക്രമങ്ങളുടെ മതപരമായ വശം ബോധപൂർവം ഒഴിവാക്കുന്നു. പല കൂട്ടക്കൊല റിപ്പോർട്ടുകളും ക്രിസ്ത്യൻ വെബ്സൈറ്റുകളിൽ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം രാഷ്ട്രീയ അജണ്ടയാണ്. ഗാസയിലെ സംഘർഷത്തിൽ ലോകശക്തികൾക്ക് രാഷ്ട്രീയമായി ചർച്ച ചെയ്യാനും അവരുടെ വ്യാഖ്യാനങ്ങൾ സ്ഥാപിക്കുവാനും എളുപ്പമാണ്. അതിനുവേണ്ടി വലിയ ലോബിയിങ് ലോകമെങ്ങും നടക്കുന്നുമുണ്ട്. എന്നാൽ നൈജീരിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പാശ്ചാത്യ ശക്തികൾക്ക് തങ്ങളുടെ അജണ്ടകൾക്ക് ഉടനടി ഉപയോഗപ്രദമാകാത്തതിനാൽ അവർ അതിനെ ഒരു ആഫ്രിക്കൻ പ്രാദേശിക പ്രശ്നം മാത്രമായി തള്ളിക്കളയുന്നു. നാലാമത്തെ കാരണം യുണൈറ്റഡ് നേഷൻസ് പുലർത്തുന്ന മൗനമാണ്. UN ജനറൽ അസംബ്ലിയിൽ നൈജീരിയൻ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ നേതാക്കൾ ഗാസ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായി സംസാരിച്ചു. പക്ഷേ സ്വന്തം രാജ്യത്തെ കൂട്ടക്കൊലയെക്കുറിച്ച് അവർ മൗനം പാലിച്ചു. UN സുരക്ഷാ കൗൺസിൽ ഗാസയിൽ എന്ന പോലെ ഇവിടെ അടിയന്തരമായി ഇടപെടുന്നില്ല. നൈജീരിയയിലെ ക്രിസ്ത്യാനികൾ ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഒരു ചോദ്യം ഉയർത്തുന്നു. ഗാസയിലെ ഓരോ ജീവനും വിലയുണ്ടെങ്കിൽ നൈജീരിയയിലെ 10,000-കണക്കിന് ജീവനുകൾക്കും അതേ വിലയുണ്ടാകണം. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ ഇരട്ടത്താപ്പ് ഉപേക്ഷിക്കണം. ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ നൈജീരിയൻ സർക്കാർ കാണിക്കുന്ന ഈ കെടുകാര്യസ്ഥതയെ ലോകം ചോദ്യം ചെയ്യണം. അതിഭയാനകമായ ഒരു വംശഹത്യയെ നിശബ്ദമായി അംഗീകരിക്കുന്ന ലോകത്തിൻ്റെ മനോഭാവം തിരുത്തി കുറിക്കണം. ഗാസയ്ക്ക് വേണ്ടി കരയുന്നവർ ദയവായി നൈജീരിയയ്ക്ക് വേണ്ടിയും ഉണരുക. ഈ നിശബ്ദ വംശഹത്യയിൽ ലോകം ഇനിയും മൗനം പാലിക്കരുത്.